ഇറാനിൽ കമാൻഡോ ഓപ്പറേഷനുമായി ട്രംപ് എത്തുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ മിസൈൽ വിക്ഷേപിക്കാൻ. ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിന് ഇറാൻ വഴങ്ങാത്ത പക്ഷം ശക്തമായിട്ടുള്ള സൈനിക നടപടിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുവാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്. ഒരു അമേരിക്കൻ മാധ്യമമാണ് ഇക്കാര്യമൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആവശ്യമെങ്കിൽ അമേരിക്കൻ കമാൻഡോകളെ വിന്യസിച്ച് ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനുള്ള പദ്ധതി പോലും പരിഗണനയിലുണ്ട്. എന്നാൽ ഈ വിവരങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൗസോ പെൻറ്റഗണോ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം തന്നെ ആണവ കരാറിൽ ഇറാൻ സഹകരിക്കാത്ത പക്ഷം ആക്രമണം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരുന്നു. അതേസമയം അന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനം നേരിട്ടുള്ള സംഘർഷത്തിന് പൂർണ്ണമായിട്ടും സജ്ജമായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു സൂചിപ്പിക്കുന്നത്. മധ്യേഷ്യൻ മേഖലയിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരിമിതമായിരുന്നുവെന്നും പ്രധാന യുദ്ധവിമാനങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ ആയിരുന്നതും വെല്ലുവിളിയായി കണക്കാക്കപ്പെടുകയാണ്. പിന്നീട് സമവായ ചർച്ചകൾ തുടരുന്നതിനൊപ്പം തന്നെ മധ്യേഷ്യയിലെ സൈനിക സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പെൻറ്റഗൺ കൈക്കൊണ്ടത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് 2 വിമാനവാഹിനി കപ്പലുകൾ നങ്കൂരമിട്ടത് അങ്ങ് ഇറാൻ്റെ തീരങ്ങളിൽ. അങ്ങനെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് അടുത്ത നീക്കങ്ങൾ അന്താരാഷ്ട്ര പ്രതികരണങ്ങളെ ആശ്രയിച്ചായിരിക്കും എന്നൊക്കെ വിലയിരുത്തപ്പെടുമ്പോഴും ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് ഇറാനെ തകർക്കുക എന്നുള്ളതാണ്. ഇറാനെതിരെ ശക്തമായിട്ടുള്ള കമാൻഡോ ഓപ്പറേഷൻ നടത്തി ഇറാനെ തകർത്ത് തരിപ്പണമാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്നുള്ള അമേരിക്കയുടെ ആവശ്യത്തിന് ഇറാൻ വഴങ്ങുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ആവശ്യം. പക്ഷേ ആ ഒരു ആവശ്യത്തിലേക്ക് ഒരിക്കലും ഇറാൻ എത്തിച്ചേരില്ല. ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആണവ പദ്ധതികളോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്ന രീതിയോ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന രീതിയോ, അതുമാത്രമല്ല ഇനി യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നത് ഓരോ രാജ്യങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെയും ഇത്തരത്തിലുള്ള ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്നവരല്ല ഞങ്ങളെന്ന് ഇറാൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന ആവശ്യം ഇറാൻ തള്ളിക്കളയുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള സൈനിക നടപടിക്ക് ഒരുങ്ങിക്കൊള്ളൂ എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ആ ഭീഷണിയെ നേരിടാൻ തന്നെയാണ് ഇറാനികൾ തയ്യാറെടുക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കമാൻഡോ ഓപ്പറേഷൻസ് നടത്തുവാൻ അമേരിക്കൻ കമാൻഡോകളെ വിന്യസിച്ചുകൊണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആദ്യം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കപ്പെടുന്ന ഇടങ്ങളിൽ മിസൈൽ വിക്ഷേപിച്ചുകൊണ്ടായിരിക്കും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ട്രംപ്. അതിനോടൊപ്പം തന്നെ ഇറാനെ ചുറ്റിവരിഞ്ഞുകൊണ്ട് കമാൻഡോ ഓപ്പറേഷൻസ് നടത്തുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. ഏതായാലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ ഇനി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 1 മാസം എന്ന് പറയപ്പെടുന്ന സമയമോ അത് ഒരു അന്ത്യശാസനമായിട്ട് നിലനിൽക്കുമ്പോഴും ആ അന്ത്യശാസനം മറികടന്നുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത നിമിഷം ട്രംപ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം മിസൈൽ വിക്ഷേപണം ആരംഭിച്ചിരിക്കും. അതോടുകൂടി ട്രംപ് സ്വപ്നം കാണുന്ന ഇറാൻ്റെ അവസാനം അല്ലെങ്കിൽ ഇറാൻ്റെ തകർച്ച എന്ന് പറയപ്പെടുന്നതിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. പക്ഷേ ട്രംപിൻ്റെ ആ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും ചെയ്തതുപോലെ ഇറാനെ പ്രതിരോധിക്കുന്ന പല മാർഗങ്ങളുമുണ്ട്. ആ മാർഗങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇറാനെ രക്ഷപ്പെടുത്തിയേക്കാം. അതിനപ്പുറം ട്രംപിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയപ്പെടുന്നത് ഇസ്രയേലുമായി ചേർന്ന് നിന്നിട്ട് തുർക്കിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഖത്തറും ഒമാനും അടക്കമുള്ള സൗദിയും അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഇറാന് കുറച്ച് തട്ടുകേടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ചിലപ്പോൾ തകർന്ന് തരിപ്പണമാകുവാനുള്ള സാധ്യതയും ഇറാനുണ്ട്. അതേസമയം ഇറാനിലേക്ക് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ഇറാനെ ആക്രമിക്കപ്പെടുന്ന ഇസ്രായേലിനെ തകർക്കുക എന്നത് ഇറാൻ്റെ ലക്ഷ്യമായിരിക്കും. മറ്റൊന്ന് തുർക്കിയും മറ്റൊന്ന് ഖത്തറുമാണ്. ഈ 3 രാജ്യങ്ങൾക്കെതിരെയും വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇറാൻ. അവരെ 3നെയും തകർത്തതിന് ശേഷം മാത്രമായിരിക്കും അമേരിക്കയിലേക്ക് ഒരു മിസൈൽ ആക്രമണം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനു മുൻപ് ഇറാനിൽ നിന്ന് ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കയുടെ കമാൻഡോ ഓപ്പറേഷൻസ് നടത്തുകയും മാത്രമല്ല ആണവ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ വിക്ഷേപണങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉണർന്നെണീക്കുവാൻ ഇറാൻ കുറച്ച് വൈകും. കാരണം പലപ്പോഴും ചാരത്തിൽ നിന്ന് ഉണർന്നു വന്നിട്ടുള്ള ഒരു വിഭാഗവും ഒരു രാജ്യവുമാണ് ഇറാൻ. അങ്ങനെ ഉണർന്നു വന്നാൽ മാത്രമേ പിന്നെ അമേരിക്കയ്ക്കെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ ഇറാന് കഴിയൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ അമേരിക്കൻ കമാൻഡോ ഓപ്പറേഷനുകളിൽ തകർന്നു പോകും.